ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ. ഇന്നത്തെ ചെമ്പനീർപ്പൂവിലെ സച്ചിയുടെ ലൈസൻസ് പോലീസുകാർ കൊണ്ടുപോയി സച്ചിയുടെ കാറും എടുത്തിട്ട് പോയല്ലോ. എന്നിട്ട് സച്ചി സങ്കടമായിട്ട് ചന്ദ്രോദയത്തിൽ വന്ന് കയറുന്ന സമയത്താണ് ഇന്നലത്തെ എപ്പിസോഡ് അവസാനിച്ചത്. അങ്ങനെ ചന്ദ്രോദയത്തിൽ വന്ന് കയറിയപ്പോൾ സച്ചി വിചാരിക്കാൻ രേവതി കണ്ടിട്ടുണ്ടാവില്ല, അച്ഛൻ അറിഞ്ഞിട്ടുണ്ടാവില്ല ഈ വീഡിയോയുടെ കാര്യം. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെനിക്ക് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ആ പ്രതീക്ഷയോടുകൂടി സച്ചി കയറി വരികയാണ്. സച്ചി കയറി വരുന്ന സമയത്ത് എല്ലാവരും ഹാളിലിരിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുകയാണ്, അച്ഛാ അന്നൊരു കാര്യം ഉണ്ടായിരുന്നു, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രനോട് വിവരം പറയാൻ വേണ്ടി വരുമ്പോൾ ശ്രുതി ഇടയിൽ കയറിയിട്ട് പറയും, ഞങ്ങളെല്ലാം അറിഞ്ഞൂടാ, വന്നല്ലോ ഒരു കുടിയനായിട്ട്. നിൻ്റെ സിനിമ നന്നായി ഓടുന്നുണ്ട് സച്ചിയെ, നീ നല്ലൊരു നായകനാണ് കേട്ടോ, നീ നല്ല നായകനാണ്. ഞങ്ങളാ പടം കണ്ടു, പണ്ട് പാർക്കിൽ ഞാൻ കിടന്നുറങ്ങിയപ്പോൾ അവിടെ ഇരുന്നപ്പോൾ നീ എൻ്റെ വീഡിയോ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചില്ലേ, ആ സിനിമയെക്കാട്ടിലും അടിപൊളിയാണ് നീ ഇപ്പോൾ ചെയ്ത സിനിമ എന്ന് പറഞ്ഞിട്ട് ശ്രുതി കളിയാക്കണു. ശ്രുതി പറയണു, നീ നല്ലൊരു നായകൻ തന്നെയാണ്, നീ നല്ലൊരു നടനാണെന്ന് നീ തെളിയിച്ചേക്കാണ് സച്ചി എന്നൊക്കെ പറയണം. ഇനി നിനക്ക് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ യാതൊരുവിധ ഇതുമില്ല, യാതൊരുവിധ യോഗ്യതയില്ല, ഇനി നീ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുത് പറഞ്ഞിട്ട് സച്ചിന് വാണിംഗ് കൊടുക്കുകയാണ്. അപ്പോൾ സച്ചി പറയണ രവീന്ദ്രനോട് പറയണ, ഇല്ല അച്ഛാ, സത്യമായിട്ട് ഞാൻ കുടിച്ചിട്ടില്ല അച്ഛൻ, വേണമെങ്കിൽ എന്നെ നോക്കി നോക്കും, ഞാൻ കുടിച്ചിട്ടില്ല അച്ഛാ, സത്യമായിട്ട് ഞാൻ കുടിച്ചിട്ടില്ല. അപ്പോൾ നാണയിട്ട് പറയണം. അപ്പോൾ ശ്രുതി പറയണ, നീ രാവിലെ കുടിച്ചതല്ലേ, അതിനുശേഷം ഇപ്പോഴല്ലേ നീ കയറി വരണം, അപ്പോൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ശ്രുതി പറയണ, കുടിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ മരുന്ന്, എന്തെങ്കിലുമൊക്കെ ചോദിക്കുക, എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മണം എടുക്കാൻ പറ്റാത്ത ടൈപ്പ് സാധനങ്ങളുണ്ട്, അതാവും അടിച്ചു കയറ്റിയിട്ടുണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അവനെ കുറ്റപ്പെടുത്താണ്. അപ്പോൾ സച്ചി പറയണം, നീ മിണ്ടാതിരുന്നു, എനിക്ക് ആകെ ഭ്രാന്ത് കണ്ടിട്ട് ഇരിക്കണം, ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കുടിച്ചിട്ടില്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലേ പറയണം. പക്ഷേ അവരത് അംഗീകരിച്ച് കൊടുക്കണില്ല. അത് കഴിഞ്ഞ് രവീന്ദ്രൻ്റെ അടുത്ത് വന്നിട്ട് സച്ചി പറയണം, അച്ഛ സത്യമായിട്ട് ഞാൻ കുടിച്ചിട്ടില്ല അച്ഛാ, സത്യമായിട്ട് ഞാൻ കുടിച്ചിട്ടില്ല, അച്ഛൻ എന്നെ വിശ്വസിക്കുക, ഞാൻ ഒരിക്കലും അച്ഛന് സന്തോഷമില്ലാത്ത യാതൊരുവിധ കാര്യങ്ങളും ചെയ്യില്ല, ഞാൻ കുടിച്ചിട്ടില്ല അച്ഛാ, സത്യമാണ് അച്ഛ എന്ന് പറയുമ്പോൾ, ഇത്രയൊക്കെ ചെയ്ത് കുട്ടി എന്നെ അപമാനിച്ചിട്ട് നീ വന്ന് സംസാരിക്കുന്നോടാ വെച്ചിട്ട് രവീന്ദ്രൻ സച്ചിനെ അടിക്കാൻ കയ്യോങ്ങുമ്പോൾ രേവതി വിളിക്കുകയാണ്, അച്ഛാ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ രവീന്ദ്രൻ അടിക്കാൻ കയ്യോങ്ങിയ കൈ പിൻവലിക്കുകയാണ്. എന്നിട്ട് പറയണം, ഏതൊരു അച്ഛനമ്മമാർക്കും മക്കളെ പറ്റിയിട്ട് ഒരുപാട് സങ്കല്പങ്ങളുണ്ടാവും, അവർ നല്ല രീതിയിലെത്തണം, നല്ല രീതിക്ക് വളരണം, അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉണ്ടാവും. ഞാൻ അത്രയൊന്നും പ്രതീക്ഷിച്ചില്ല, എൻ്റെ മക്കൾ നല്ല സ്വഭാവത്തിൽ വളരണമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അത് നീ എനിക്ക് വയറും നിറയെ തന്നൂല, മറ്റുള്ളവരുടെ മുമ്പിൽ നാട്ടുകാരുടെ മുമ്പിൽ നീ എന്നെ നാണം കെടുത്തിയില്ലടാ, ഞാൻ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കും എന്നൊക്കെ ചോദിച്ചിട്ട്, ഇനി എല്ലാവരും അവനവൻ്റെ ഇഷ്ടം പോലെ ജീവിച്ചോ, ഞാൻ ആരുടെ ഒരു കാര്യത്തിൽ ഇടപെടാൻ വരുന്നില്ല, ഇനി എല്ലാവരും അവരവരുടെ സന്തോഷത്തിൽ ജീവിച്ചോളൂ എന്നൊക്കെ പറയണം. അപ്പോൾ സച്ചി പറയണം ശ്രീകാന്തെ നീ നോക്കടാ, ഞാൻ കുടിച്ചിട്ടുണ്ടോ നോക്കടാ, മണത്ത് നോക്കടാ പറയുമ്പോൾ ശ്രീകാന്ത് പറയണം, ഇല്ല അച്ഛാ, സച്ചേട്ടൻ കുടിച്ചിട്ടില്ല എന്ന് പറയണം. അപ്പോൾ വീണ്ടും ശ്രുതിയും പറയണം, അത് കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മണം എടുക്കാതിരിക്കാനുള്ള വല്ലതും കഴിച്ചിട്ടാവും വന്നിട്ടുണ്ടാവുക, പിന്നെ അവൻ കുടിക്കാതല്ലാതെ പിന്നെ എന്തിനാ ബാറിപ്പോയി, ഇവൻ നല്ലോണം അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ ഇവൻ പറയുന്നത് മുഴുവൻ പച്ചക്കള്ളല്ലേ, ഇവൻ എന്തൊക്കെ ഞങ്ങളെ ടോർച്ചർ ചെയ്തു, ഇനി നീ മേലെ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുത് കേട്ടോ സച്ചി പറഞ്ഞിട്ട് ശ്രുതി വാണിംഗ് കൊടുക്കുകയാണ് സച്ചിക്ക്. അങ്ങനെ അച്ഛൻ തള്ളിപ്പറഞ്ഞ സങ്കടത്തിൽ സച്ചി നിൽക്കുന്ന സമയത്ത് അച്ഛനകത്തേക്ക് കയറി പോവുകയാണെങ്കിൽ, നീ ഒന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനകത്തേക്ക് കയറിപ്പോവാണ്. അപ്പോൾ ഇവൻ വീണ്ടും രേവതി എടുത്ത് പറഞ്ഞു, രേവതി നീയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കും, ഞാൻ കുടിച്ചിട്ടില്ല, സത്യമായിട്ട് ഞാൻ കുടിച്ചിട്ടില്ല രേവതി, ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറയണം. അപ്പോൾ രേവതി ഒന്നും മിണ്ടാതെ നിന്ന് കരയാണ്. അത് കഴിഞ്ഞിട്ട് അച്ഛനകത്തേക്ക് കയറിപ്പോയപ്പോൾ ശ്രീകാന്തിനോടും വർഷയോടും വന്നിട്ട് സച്ചി പറയാണ്, ശ്രീകാന്തെ സത്യമായിട്ട് ഞാൻ കുടിച്ചിട്ടില്ലടാ, ഭഗവാനാണ് സത്യം, ഞാൻ കുടിച്ചിട്ടില്ല, നിങ്ങൾ ആരെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കുക, ഞാൻ ഒരിക്കലും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ പകൽ സമയത്ത് കുടിച്ചിട്ടില്ല ശ്രീകാന്തെ, സത്യമാടാന്ന് പറഞ്ഞപ്പോൾ ശ്രീകാന്ത് പറയണം, കുടിക്കണതും കുടിക്കാതിരിക്കുന്നതും ഓരോരുത്തരുടെ പേഴ്സണൽ വിഷയം സച്ചേട്ടാ, പക്ഷേ അതിങ്ങനെ അപമാനമാക്കണ്ടായിരുന്നില്ല, ഇപ്പം എല്ലാവർക്കും നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും അപമാനമില്ല, ആർക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയല്ലേ സച്ചേട്ടാ, ഇത് വേണ്ടായിരുന്നു പറഞ്ഞിട്ട് ശ്രീകാന്ത് വർഷയും കൂടി അകത്തേക്ക് പോകണം. ചന്ദ്രമതി പറയാണ്, ഇപ്പം എങ്ങനെയുണ്ടാ നിൻ്റെ ഈ കുടിക്കൊക്കെ കാരണം നിൻ്റെ ഭാര്യ ഒറ്റൊരുത്തിയാണ് ഇതിനെല്ലാത്തിനും കാരണം, നീ ഒരു ഉപകാരം ചെയ്തു തരോടാ, ഞങ്ങളെങ്ങനെ നാണം കെടുത്തി കൊല്ലനാട്ടിലും പറയും, നിങ്ങൾ രണ്ടെണ്ണം ഇവിടെ നിന്ന് ഇറങ്ങി തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി, ഇതേ മിണ്ടരുത് നിങ്ങൾ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പറഞ്ഞു, ഇനി നീ സംസാരിക്കേണ്ടതാ, നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയാലും നിൻ്റെ അച്ഛൻ നിനക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കാൻ വരില്ല, അത് 100% ഉറപ്പാണ്, ഇനി വരില്ല, നീ അതിന് പ്രതീക്ഷിക്കേണ്ടെന്ന് പറയണം. അങ്ങനെ ചന്ദ്ര അകത്തേക്ക് കയറി പോണ സമയത്ത് രേവതി ഉമ്മർത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ സച്ചി വന്നിട്ട് പറയും, രേവതി സത്യമായിട്ട് നീയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കുക, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല രേവതി, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ രേവതി ചോദിക്കണം, പിന്നെ നിങ്ങൾ എന്തിനാ ബാറിലേക്ക് പോയി, സത്യമായിട്ടും ഇല്ലേ, ഞാൻ അനൂപിൻ്റെ അവർക്ക് വണ്ടി എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവരെ കാണാനിട്ട് ഞാൻ ബാറിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയതാണ് പറയണം. അപ്പോൾ രേവതി പറയാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി എടുത്ത എന്ത് നോണേ നിങ്ങൾ പറയാൻ പോകണം, നിങ്ങൾ ഓരോ നുണകൾ പറഞ്ഞ് അച്ഛനും മറ്റുള്ളവരോടും പറഞ്ഞിട്ട് ആ കള്ളങ്ങളൊക്കെ പൊളിഞ്ഞത്, ഇനി അടുത്ത എന്ത് നോണേ എന്നോട് പറയാൻ പോകണം, നിങ്ങൾ മാറിയെന്ന് വിശ്വസിച്ച് ഞാനാണ് തെറ്റുകാരി എന്നൊക്കെ പറയണ രേവതി.
അങ്ങനെ പറയുമ്പോൾ സച്ചി പറയണ സത്യമായിട്ട് രേവതി നീ എന്നെ വിശ്വസിക്കില്ല, എൻ്റെ ജീവിതം ഇങ്ങനെ എല്ലാവരും മുമ്പിൽ നാണം കെട്ട് പോകാനുള്ള ജീവിതമാണ് സച്ചേട്ടാ. രേവതി നീ കൂടി ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ തകർന്നു പോകും, നീ എന്നെ വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ തകർന്നു പോകും പറയണം. അപ്പോൾ രേവതി സച്ചി പറയുന്നത് വിശ്വസിക്കുന്നില്ല. സച്ചി പറയണം നീ വേണമെങ്കിൽ അനൂപിനെ വിളിച്ച് നോക്ക്, സത്യം എന്താണെന്ന് അവൻ പറയുമ്പോൾ എനിക്ക് ആരെയും വിളിക്കേണ്ട സച്ചേട്ടാ പറഞ്ഞ് തൊഴുത് നിൽക്കുകയാണ് രേവതി. അതിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ബാക്കി കഥയുമായിട്ട് നാളെ വരെ. അപ്പം എൻ്റെ ചാനലിലെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.